ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. 2025 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 25 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇനി അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നവരും ഇനി വരും പരീക്ഷകൾ 2026 പരീക്ഷകൾ എഴുതാനായിട്ട് പോകുന്നവർക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 25 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിത് ആദ്യത്തെ ചോദ്യം ഏതാണെന്നുള്ളത് നോക്കിയാലോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം. ഓക്കെ, ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം നേടിയത് റാണി കൊക്കോ ഗൗഫാണ്. ആരാണ്? റാണി കൊക്കോ ഗൗഫാണ്. അമേരിക്കക്കാരിയായിട്ടുള്ള റാണി കൊക്കോ ഗൗഫാണ് ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം നേടുന്നത്. ഓക്കെ, നോർവേയുടെ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് മാഗ്നസ് കാൾസൺ ആണ് കേട്ടോ. നോർവേയുടെ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത് മാഗ്നസ് കാൾസൺ ആണ്. എതിരാളി ആരായിരുന്നു? ഗുഗേഷ് ആയിരുന്നു അല്ലെ? ഗുഗേഷ് ആയിരുന്നു എതിരാളി. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സഫാരി പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. ലക്നൗ യു.പിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ലക്നൗ യു.പിയിലാണ്. ലോകസുന്ദരി മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരാണ്? ഓക്കെ, ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരാണ്? നന്ദിനി ഗുപ്തയാണ് കേട്ടോ. രാജസ്ഥാൻകാരി ആയിട്ടുള്ള നന്ദിനി ഗുപ്തയാണ് ഇന്ത്യയെ ലോകസുന്ദരി മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സ്റ്റേഡിയം എവിടെയാണ്? ഇന്ത്യയിലെ സംസ്ഥാനത്തെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ ക്രിക്കറ്റ് സ്റ്റേഡിയം ഓക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എഴുകോൺ കൊല്ലത്താണ്. എഴുകോൺ കൊല്ലത്താണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത. എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ആദ്യത്തെ മലയാളി വനിത എന്ന് പറയുന്നത് സഫ്രീന ലത്തീഫാണ്. ആരാണ്? സഫ്രീന ലത്തീഫാണ്. ഓക്കെ, 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്ന് പറയുന്നത് ദക്ഷിണ കൊറിയയാണ്. ദക്ഷിണ കൊറിയ. ഓക്കെ, ക്ലോണിങ്ങിലൂടെ ജനിപ്പിച്ച ആദ്യത്തെ പശ്മിന ആട്. ഓക്കെ, ക്ലോണിങ്ങിലൂടെ ജനിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ പശ്മിന ആട് ഏതാണ്? നൗറിയാണ് കേട്ടോ. നൗറിയാണ് ആൻസർ എന്ന് പറയുന്നത്. മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം. മികച്ച പാർലമെന്റേറിയൻ ഉള്ള സൻസദ് രത്ന പുരസ്കാരം നേടിയത് ആരാണ്? N.K. പ്രേമചന്ദ്രനാണ്. N.K. പ്രേമചന്ദ്രനാണ് നേടിയത്. നാലാമത്തെ തവണ. എത്രാമത്തെ തവണയാണ്? നാലാമത്തെ തവണയാണ് N.K. പ്രേമചന്ദ്രൻ മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം നേടുന്നത്. ഓക്കെ, 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ സുഭാഷ് ചന്ദ്രൻ. ഓക്കെ, സുഭാഷ് ചന്ദ്രനാണ് 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡ്രോൺ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിലാണ് നിലവിൽ വരുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ സ്റ്റേഷൻ. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് സിയാലാണ്. ഓക്കെ, സിയാൽ കൊച്ചിയിലാണ് ആദ്യത്തെ ഹൈഡ്രജൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത്. എവിടെയാണ്? സിയാൽ കൊച്ചിയിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഇന്ത്യയില് ഇപ്പൊ UPSCയുടെ പുതിയ ചെയർമാൻ ആരാണ്? ആൻസർ അജയകുമാർ ആണ്. UPSCയുടെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? അജയകുമാർ ആണ്. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേറ്റത് ആരാണ്? BR ഗവായി ആണ്. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേൽക്കുന്നത് BR ഗവായി ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് സ്കൈ ഡൈവിംഗ് നിലവിൽ വരുന്നത് എവിടെയാണ്? ബേക്കലിലാണ്. ബേക്കൽ കാസർഗോഡ് കോഴിക്കോട്. ബേക്കൽ കോഴിക്കോടിലാണ് ആദ്യമായിട്ട് സ്കൈ ഡൈവിംഗ് നിലവിൽ വരുന്നത്. ഓക്കെ, പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? A. ജയതിലകാണ്. പുതിയ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് A. ജയതിലകാണ്. സ്ത്രീ സാക്ഷരത. ഓക്കെ, സ്ത്രീ സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 95.2% ആണ് നമ്മുടെ സാക്ഷരത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അടുത്ത എന്താണ്? കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകളുടെ എണ്ണം. ഓക്കെ, ഇവിടെ കേരളം എന്നാണ് കേട്ടോ. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് 11 കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകളുടെ എണ്ണം. ഓക്കെ, റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ പൂനം ഗുപ്തയാണ്. ഡോക്ടർ പൂനം ഗുപ്ത. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ചെന്നായ സങ്കേതം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചെന്നായ സങ്കേതം എവിടെയാണ്? മഹത്വാനർ ആണ്. മഹത്വാനർ എവിടെയാണ്? ജാർഖണ്ഡിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചെന്നായ സങ്കേതം. ഓക്കെ, സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി അവാർഡ്.
ഗോൾഡ് മെർക്കുറി അവാർഡ് 2025 സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി അവാർഡ് 2025 നേടിയത് ആരാണ്? ദലൈലാമയാണ് നേടിയത്. 2024 സരസ്വതി സമ്മാന ജേതാവ്. 2024 സരസ്വതി സമ്മാനം എന്ന് പറയുമ്പോൾ എത്രാമത്തെയാണ്? 34 കേട്ടോ. 34 സരസ്വതി സമ്മാന ജേതാവ് എന്ന് പറയുന്നത് മഹാമഹോപാധ്യായ ഭദ്രേഷ് സ്വാമിയാണ്. ആരാണ്? മഹാമഹോപാധ്യായ ഭദ്രേഷ് സ്വാമിയാണ്. ചീറ്റകളെ നമ്മുടെ രണ്ടാമത്തെ തവണയായിട്ട് നമ്മുടെ ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന രാജ്യം ഏതാണ്? ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന രാജ്യം ഏതാണ്? ബോട്സ്വാനയാണ് ആൻസർ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായിട്ട് മാറിയത് ഏതാണ്? ആൻസർ ChatGPT ആണ്. ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായിട്ട് മാറിയത് ChatGPT ആണ്. ഏറ്റവും കൂടുതൽ 2020 മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ താരം. ഏറ്റവും കൂടുതൽ 2020 മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ താരം എന്ന് പറയുന്നത് രോഹിത് ശർമ്മയാണ്. ഓക്കെ. 2024 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ലിവർപൂൾ ആണ്. 2024 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ലിവർപൂൾ ആണ്. ഓക്കെ. അപ്പോൾ 25 ചോദ്യങ്ങളാണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു 25 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിലോട് കൂടിയിട്ട് നമ്മൾ നോക്കിയത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ 2026 വരുന്ന, അതുപോലെ തന്നെ നമ്മുടെ ASMനും വരുന്ന നമ്മുടെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 10th ലെവൽ മെയിൻസിന്റെ ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ NCERTയും SCERTയും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് SCERTയും NCERTയും ഇൻക്ലൂഡ് ചെയ്ത് സ്പെഷ്യൽ പോയിന്റ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളൊരു ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി വരുന്ന കാലങ്ങളിൽ എങ്ങനെയാണ് പരീക്ഷകളെ സമീപിക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. NCERTക്കും SCERTക്കും തുല്യമായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ വേണം നമ്മൾ പഠിക്കാനായിട്ട്, അല്ലെ? അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ക്ലാസ് ആണ് എടുക്കുന്നത്. ആദ്യം NCERT, പിന്നെ SCERT, പിന്നെ എക്സ്ട്രാ പോയിന്റ്സ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുക. അതുപോരാതെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നമ്മുടെ പരീക്ഷകളിൽ ഈ ഇടയ്ക്ക് പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് പോകുന്നത് നമ്മുടെ 10th മെയിൻസിന്റെ ക്ലാസ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് എടുത്തു പോകുന്നത്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കയറി കാണുക. നമ്മൾ വേറെ കോഴ്സ് ഫീയോ ഒന്നും മേടിക്കുന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഈ ക്ലാസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്കമിങ് 10th ലെവൽ മെയിൻസിന്റെ സിലബസ് വൈസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ ഇനിയും തുടർന്നും ഇട്ടു പോകുന്നുണ്ട്. കാരണം കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ തുടർന്നിട്ടും ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ നമ്മൾ ഇട്ടു പോകുന്നുണ്ട്. നമ്മുടെ ഇംഗ്ലീഷിന്റെ സിനോണിംസിന്റെ വന്നിട്ട് നമ്മുടെ ക്ലാസ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും പോയി കാണുക കേട്ടോ.